RSS ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം രാജ്ഭവൻ ഹാളിൽ സ്ഥാപിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പൂവിട്ട് പൂജിച്ചതിലുള്ള പ്രതിഷേധം ഇടതുപക്ഷം രാഷ്ട്രീയമായി ഘടിപ്പിക്കുകയാണ്. അതേസമയം സർക്കാർ സംവിധാനം ഗവർണറുമായി ഏറ്റുമുട്ടേണ്ടെന്ന നിലപാടിലുമാണ്. കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകുന്ന CPI പാർട്ടി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തി. രാജ്ഭവനിലെ കാവിക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രം RSS ചിഹ്നം മാത്രമാണെന്ന് ആയുധമാക്കുകയാണ്. ഭാരതാംബയോടല്ല വിയോജിപ്പെന്നും CPI നയം വ്യക്തമാക്കി. ഭാരതാംബ രാഷ്ട്രപ്രതീകമാണ്, അത് ഈ കൊടിയാണ്. RSSന്റെ ഒരു ചിത്രം വെച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ചിത്രമായിരിക്കും അത്. ആരാ തീരുമാനിച്ചത്? ഭാരതാംബയ്ക്ക് ഇതേ മുഖച്ഛായ ആരാ തീരുമാനിച്ചത്? ഭാരതാംബ ഒരു കാവ്യക്കൊടി RSS കൊടി പിടിച്ച് നിൽക്കാവൂന്ന് ആരാ പറഞ്ഞത്? CPM ഗവർണറെ ആക്രമിക്കുന്നുണ്ടെങ്കിലും വാക്കുകളിലുള്ള കടന്നാക്രമണം മാത്രമാണ്. തെരുവിലുള്ള പ്രതിഷേധമില്ല. ഗവർണറുടെ ആസ്ഥാനം രാജ്ഭവൻ അത് പൊതുസ്ഥലമാണ്. ആ പൊതുയിടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ല. രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി, ജാഗ്രതയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ RSS ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം വയ്ക്കാനുള്ള ഗവർണറുടെ നടപടി ഉണ്ടായിട്ട് 48 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനെ പ്രതിഷേധം അറിയിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ മറ്റു വിഷയങ്ങളിൽ മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പേജിൽ സജീവവുമാണ്. അതായത് ഗവർണറുമായുള്ള ബന്ധം ശിഥിലമാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഗവർണറും ഭാരതാംബ വിഷയത്തിൽ തുടർ പ്രതികരണങ്ങൾ വേണ്ടെന്ന് തീരുമാനിച്ചു. അതിനാൽ ഇന്നലെ വാർത്താസമ്മേളനം വിളിച്ച് പ്രതികരിക്കാൻ ആലോചന ഉണ്ടായിരുന്നെങ്കിലും വേണ്ടെന്ന് വെച്ചു. ഭാവിയിൽ രാജ്ഭവനിൽ നടക്കുന്ന സർക്കാർ പരിപാടികളിൽ ഇതേ ഭാരതാംബ ചിത്രം വേണമോ വേണ്ടയോ എന്ന കാര്യം ഗവർണറുടെ വിവേചനാധികാരമാണെന്ന് രാജ്ഭവൻ വൃത്തങ്ങളും വ്യക്തമാക്കി. അതേസമയം RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയെ പങ്കെടുപ്പിച്ചതുപോലുള്ള പരിപാടികൾ രാജ്ഭവനിൽ തുടർന്നും സംഘടിപ്പിക്കാൻ ഗവർണർ തീരുമാനിച്ചു. ഈ മാസം 17-ന് സാമ്പത്തിക വിഷയത്തിൽ സെമിനാർ നടത്താനാണ് ആലോചന. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.